രാഹുൽ മാങ്കൂട്ടത്തിലിനായി പരിശോധന ശക്തം. വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടക്കുന്നു. ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങൾ നൽകാൻ. ഇംതിയാസ്, വാഹന പരിശോധന ഇപ്പോഴും കർശനമായി പുരോഗമിക്കുകയാണോ? മോത്തി, തീർച്ചയായിട്ടും ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള വ്യാപകമായ തിരച്ചിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുത്തങ്ങ ചെക്ക് പോസ്റ്റിലാണ്. അവിടെ നിന്നുള്ള കാഴ്ചയാണിത്. പോലീസ് ഈ കർണാടക ഭാഗത്തു നിന്നൊക്കെ വരുന്ന മുത്തങ്ങ വഴി കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇങ്ങനെയൊരു പരിശോധന ഇവിടെ പതിവുള്ളതല്ല. രാത്രിയിലാണ് കൂടുതൽ വ്യാപകമായ പരിശോധനയൊക്കെ നടക്കാറുള്ളത്. എന്നാൽ വാഹനങ്ങൾ നിർത്തുകയും വാഹനങ്ങൾ പരിശോധിച്ച് വാഹനത്തിലുള്ള ഡ്രൈവറുടെ ഫോൺ നമ്പർ അടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഓരോ വാഹനത്തെയും കടത്തിവിടുന്നത് എന്നുള്ളതാണ്. അതിൽ ബസ്സുകൾ ഉൾപ്പെടെ, ലോറി ഉൾപ്പെടെ, കാറ്, എല്ലാവിധ വാഹനങ്ങളും ഈ തരത്തിൽ പരിശോധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതോടുകൂടി ഇന്ന് അത് നാളെയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു പക്ഷേ കോടതിക്ക് മുൻപിൽ സറണ്ടർ ആവുക എന്നൊരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തില്ല. പക്ഷേ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത് കർണാടക ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ട് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അങ്ങനെ ഈ ഒളിത്താവളം നിലവിൽ കർണാടകയിൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒളിത്താവളം മാറ്റണമെങ്കിൽ പോലും മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി തന്നെ കടന്നു പോകണം. അങ്ങനെ ഏത് വിധേനയും കടന്നു പോയി കഴിഞ്ഞാൽ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് വ്യാപകമായ പരിശോധന ഇപ്പോൾ ഇവിടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ പരിശോധന നടത്തുന്നുമുണ്ട്. എല്ലാ വാഹനങ്ങളും കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ലഗേജുകളുമായി എത്തുന്ന വാഹനവും ആ രീതിയിൽ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇന്നലെ കാസർഗോഡ് ഉണ്ട് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു, പിടിയിലായി എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ അഭ്യൂഹങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ കർണാടക മേഖലയിൽ, ബംഗളൂരു മേഖലയിലൊക്കെ ഒരു പക്ഷേ രാഹുൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലും തെരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു. ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.